ശബരിമല അയ്യപ്പൻ അവിടെ ഉണ്ടോ എന്ന് തന്നെ സംശയാവുന്ന രൂപത്തിലാണ് മോഷണം നടന്നിട്ടുള്ളത്. അവിടുത്തെ എല്ലാ സാധനവും കൊണ്ടുപോയി. യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റിൻ്റെ ജോലി ജീവനും സ്വത്തും സംരക്ഷിക്കല. സ്വത്ത് സംരക്ഷിക്കുക എന്നത് ഒരു സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനപരമായ കടമയാണ്. ഒരു പൊതു സ്വത്താണ് ശബരിമലയിലെ സ്വത്ത്, ഭക്തന്മാർ കൊടുത്തതാണ്. അത് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സർക്കാർ സ്ഥാപനത്തിൻ്റെ കീഴിലാണ്. അവിടെ നിയമനങ്ങൾ നടക്കുന്ന മുഴുവൻ സർക്കാരാണ് നടത്തുന്നത്. പക്ഷെ ഭരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ വാസു, ഇപ്പോൾ ഏത് നിമിഷവും അറസ്റ്റിലാവപ്പെടാവുന്ന പത്മകുമാർ, ഇവരൊക്കെ CPM നേതാക്കന്മാരാണ്. അവരവിടെ ഇരുന്ന് ഈ കള്ളത്തരം മുഴുവൻ ചെയ്ത് ഈ സ്വർണ്ണപ്പാളി കിലോ കണക്കിന് സ്വർണം അടിച്ചു പോയിട്ട് ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുകയല്ലേ. ഇത് കാണുകയല്ലേ. ഇപ്പം ശബരിമല സീസൺ ഇന്നലെ തുടങ്ങി. അത് നമുക്ക് അത്ഭുതപ്പെട്ടു പോകും. ആളുകൾക്ക് ഭക്തിയും വിശ്വാസമൊക്കെ ഉണ്ട്, അതിന് നമുക്കൊരു എതിരുമല്ല. കാരണം എനിക്ക് എൻ്റെ വിശ്വാസം അനുസരിച്ച് ഭക്തി അനുസരിച്ച് ശബരിമലയ്ക്ക് പോകാതിരിക്കുക, അതൊക്കെ ചെയ്യാം. പക്ഷേ ഒരു ഭക്തൻ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം വരുമാനത്തിൽ നിന്ന് ഒരു വീതം ക്ഷേത്രത്തിലേക്ക് കൊടുത്താൽ അതവിടെ ഉണ്ടാവുമെന്ന് അവന് ഉറപ്പില്ലെങ്കിൽ പിന്നെ കൊടുക്കൂ. കാരണം അയ്യപ്പൻ്റെ കയ്യിലല്ലല്ലോ ഇത് കൊടുക്കണേ. നമ്മൾ അവിടെയുള്ള പൂജാരി മുതൽ ദേവസ്വം കമ്മീഷണർ വരെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് വരെയുള്ള ആളുകളല്ലേ കൊടുക്കണേ. ആ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു.